അന്നേരം അപ്പം നമുക്ക് ഇനി കുറച്ച് വിശേഷങ്ങളൊക്കെ ആയാലോ. ഇന്ന് നമ്മൾക്കൊരു ടാസ്ക് ഉണ്ട്. അതൊരു ടാസ്ക് എന്ന് തന്നെയല്ലേ പറയുന്നത്. നമുക്ക് കുറച്ച് നോൺ വെജ് ഐറ്റംസ് കുറേ അധികം പർച്ചേസ് ചെയ്യണം കേട്ടോ. സാം വരുന്നുണ്ടല്ലോ, അപ്പം സാമിന് വെജ് എപ്പോഴും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്ത് കളയും. അതുകൊണ്ടിട്ട് ഞാൻ നോൺ വെജ് വാങ്ങാമെന്ന് കരുതി. അപ്പം നമ്മൾക്ക് നമ്മുടെ ഹൈപ്പറിലേക്ക് വെച്ചാലോ. നോൺ വെജ് വാങ്ങാൻ നമുക്ക് ലുലുവിലേക്ക് പോവാം. ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, എന്തൊക്കെ നമ്മൾ ലുലുവിനെ പറ്റി കുറ്റം പറഞ്ഞാലും കുറ്റമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ക്ഷീണിച്ചു പോകും അവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ. പിന്നെ ബില്ലിപ്പോൾ ഇത്തിരി എക്സീഡ് ആവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വ്യത്യാസം ഉണ്ടായിരുന്നേ. എനിക്കറിയത്തില്ല എന്താ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതെന്ന്. ഈ പ്രാവശ്യം എനിക്കെന്തോ 6900 അത്ര എന്തോ ആയിരുന്നു ബില്ല് ടോട്ടൽ വന്നത്. പക്ഷേ 5750 രൂപ എനിക്ക് ആയുള്ളൂ. കാരണം പോയിൻറ്റ്സ് റിഡീം ചെയ്തായിരുന്നു, അതുകൊണ്ടിട്ട്. അപ്പോൾ എനിക്ക് ലാഭമായിരുന്നു കേട്ടോ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം എവിടെയൊക്കെ പാളിപ്പോയി എന്ന് തോന്നുന്നു. അപ്പോൾ അതെ, നമ്മുടെ ലുലുവിൽ വന്നു, ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഈ ലുലു തട്ടുകട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലായിടത്തെയും ലുലുവിൽ വന്നിട്ടുണ്ട്. അതിപ്പോൾ ലുലു കൊച്ചിയിൽ ഞാൻ കണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ചായയൊക്കെ വാങ്ങിച്ചു കുടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ വരെ പോയി ക്യൂ നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. പിന്നെ പിള്ളേർക്ക് വലിയ താല്പര്യമില്ല ഈ ചായ കടിക്കാൻ സിസ്റ്റത്തിനോട് താല്പര്യമില്ല. എല്ലാം കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു പഴമയുടെ ഒരു രസമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ വോളിയം ഇത്തിരി കുറച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഭയങ്കര വൃത്തികെട്ട വോളിയത്തിലാണ് പാട്ടൊക്കെ വെച്ചിരിക്കുന്നത്. അത്ര ഹൈ ഫ്രീക്വൻസിലൊന്നും വെക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഒരു ഇത് കീപ്പ് ചെയ്യണ്ടേ, അത്രേ ഉള്ളൂ. പിന്നെ അതെ, അതിന് ശേഷം വന്നിട്ട് നമ്മളുടെ ഇവിടെ വന്നു. എവിടെ? നമ്മുടെ KFCയിൽ വന്നു. അപ്പോൾ KFCയിൽ ഇന്ന് വന്നപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറെ സമാധാനം. തിരക്ക് കുറവാണെന്നേ. ഇത് 499 പാക്കായിരുന്നു കേട്ടോ. പിന്നെ അഡീഷണലായിട്ട് ഞാൻ 2 ഫ്രഞ്ച് ഫ്രൈസ് കൂടെ ഓർഡർ ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെ പെപ്സി 2 പെപ്സി 2 ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു. ഡിപ്പും ചിക്കനും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. കൊള്ളായിരുന്നു, നല്ല പാക്കേജ് ആയിരുന്നു. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു, അവർക്ക് എനഫായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ പനീർ ബർഗർ തന്നെ ഞാൻ കഴിച്ചു. അപ്പോൾ ഏകദേശം അതും വലിയ എമൗണ്ട് ഒന്നും ആയില്ലായിരുന്നു. പക്ഷെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ്, നല്ല റഷൊന്നും ഇല്ലാതെ കുറച്ച് കണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്ക്ഗ്രൗണ്ടൊക്കെ. അതാണ് ഞാനിങ്ങനെ ഷോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവ പറയുമായിരുന്നു, നിർത്ത് ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ സ്വസ്ഥമായിട്ടെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു വ്യൂ വരുമ്പോൾ നമ്മൾ എടുക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? കാണുന്ന നമ്മൾക്കും ഒരു സുഖമല്ലേ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ വ്യൂസൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ വീട്ടിൽ മൊത്തം എല്ലാം നമുക്ക് മാറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലോട്ടൊക്കെ കൊണ്ടുവന്നാലോ എന്ന് പറയുമായിരുന്നു. നല്ല രസമുണ്ടല്ലോ, ഒരു സ്റ്റുഡിയോ ഫീൽ തോന്നുന്നില്ല. എനിക്കിഷ്ടപ്പെട്ടു. ബ്ലാക്കും അതേപോലെ തന്നെ ഗ്രീനും, ബ്ലാക്കല്ല റെഡും ഗ്രീനും പിന്നെ ബ്ലാക്കും വൈറ്റും എല്ലാം കൂടി ആയിട്ട്. പിന്നെ തിരക്ക് കുറവായിരുന്നു, അതായിരുന്നു ഏറ്റവും വലിയ ആശ്വാസം. അങ്ങനെ അവിടുത്തെ ഫുഡ് അടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മുടെ സെറക്കുട്ടി ലിവിങ് ഹെർ ഓൺ ലൈഫ് എന്ന് പറഞ്ഞതുപോലെ സെറക്കുട്ടി നമ്മുടെ ഹൈ ചെയറിലൊക്കെ പോയിട്ടിരുന്നിട്ട് നല്ല സുഖമായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുകയാണ്. തിരക്കില്ലാത്തത് കൊണ്ടിട്ട് കൊച്ചിനാണെങ്കിലും ഒരു സമാധാനം, ഓടി നടന്ന് കഴിക്കാമല്ലോ. അപ്പോൾ അവളും അത് കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇനിയാണ് നമ്മളുടെ ടാസ്ക് തുടങ്ങുന്നത് മക്കളെ. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ സെറക്കുട്ടിക്ക് ഒരു ഇത് കൊടുത്തു ഞാൻ, എൻ്റെ ഹെർഷീസിൻ്റെ സിറപ്പ്. നല്ലതാണ് കേട്ടോ, വാങ്ങിച്ചു വെച്ചു അമ്മമാർ. കുട്ടികളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്ട്രോബെറി മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ടല്ലോ. ഹെർഷീസിൻ്റെ സിറപ്പ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഞാനും എടുത്ത് കഴിക്കാറുണ്ട് ഇടയ്ക്ക്. എനിക്ക് ഹെർഷീസിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഇഷ്ടമാണ് കേട്ടോ. ഹെർഷീസിൻ്റെ ഹോട്ട് ചോക്ലേറ്റും അവർ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നാറുണ്ട് അവരുടെ പ്രൊഡക്റ്റിന്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഹെർഷീസിൻ്റെ മറ്റേ സ്ട്രോബെറി മിൽക്ക് പോലെ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇവക്കുട്ടി മൈലോ ഇട്ടിട്ട് പാൽ കുടിച്ചു. അപ്പോൾ അവരുടെ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്കുള്ളത് ഈ ഒരു പാത്രങ്ങൾ എല്ലാ കണ്ടെയ്നറിലാക്കി വെക്കണം. കരിമീനുണ്ട്, പിലോപ്പിയുണ്ട്, പിന്നെ എന്താ ബീഫുണ്ട്, ചിക്കനുണ്ട്, ചെമ്മീനുണ്ട്, കൂന്തലുണ്ട്. അപ്പം നമ്മളുടെ സാം വരുമല്ലേ, നമുക്ക് രാജാവിനെ സ്വീകരിക്കുന്ന രീതിയിലാക്കണ്ടേ പുള്ളിക്കാരൻ്റെ വരവ്. 2 മാസത്തിലൊരിക്കലൊക്കെ ആൾ വരാറുള്ളത് കൊണ്ടിട്ട് എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെ നോൺ കഴിക്കുമെങ്കിലും ബീഫും മീൻ കഴിക്കൽ കുറവാണ്. അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. അത് ഇവിടെ വരുമ്പോഴാണ് കഴിക്കുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഇത്ര കാര്യമായിട്ടൊക്കെ വാങ്ങുന്നത്. പക്ഷേ എന്നിരുന്നാലും എനിക്കാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി ഈ മീനും ബീഫും ചിക്കനും എല്ലാ ദിവസവും കുക്ക് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ട് വരാറുണ്ട്. എന്നാലും നമുക്ക് സ്നേഹമുള്ള ആൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട് എത്രയോ കരുതുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, കരുതിയാലും കരുതിയില്ലെങ്കിലും പുള്ളിക്കാരൻ എനിക്ക് ജീവനാണ്. പുള്ളിക്കാരനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ രീതിയിലാണെങ്കിലും ചെയ്ത് കൊടുക്കും. അതാണ് മെയിനായിട്ട് ഞാൻ ലുലുവിലേക്ക് പോയത് തന്നെ കേട്ടോ. കാരണം ഇന്ന് മഴ അധികം ഇല്ലാത്തൊരു ദിവസവും ആയിരുന്നു, അതായിരുന്നു മെയിൻ തിങ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പോയത്. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, നമ്മളല്ലാണ്ട് വേറെ ആരാ ചെയ്ത് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ അതങ്ങോട്ട് ചെയ്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ ഞാനാണെങ്കിൽ എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബീഫൊക്കെ വെച്ചിട്ടുള്ള പാത്രങ്ങൾ കഴുകലില്ലേ മക്കളെ, അത് ചേച്ചിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പണി അല്ല ആക്ച്വലി. അപ്പം ഞാൻ ബീഫിൻ്റെ നെയ്യൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അത് അവിടെ ഇവിടെയും കയറി പിടിക്കുമല്ലോ, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
പിന്നെ നമ്മുടെ പിലോപ്പി ഞാൻ പറഞ്ഞു 3 പീസായിട്ട് കട്ട് ചെയ്താൽ മതി ചേട്ടാന്ന് പറഞ്ഞു. സാധാരണ ഈ സാം വരുമ്പം ഈ പിലോപ്പി എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, കേൾക്കുമല്ലോ, ഉറപ്പാണല്ലോ, കാണുകയും ചെയ്യും കേൾക്കുകയും ചെയ്യും. ഈ മനുഷ്യനാണെങ്കിൽ ഉണ്ടല്ലോ കടകടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിലോപ്പി കട്ട് ചെയ്യിക്കും. അത് കട്ട് ചെയ്യിക്കുന്നതല്ല, കൊടുത്തിട്ട് പറയും ക്ലീൻ ചെയ്ത് തരാൻ പറയും. പക്ഷെ പറയേണ്ട രീതിയിൽ അത് പറയത്തില്ല. എന്താ കാര്യം, പറയാൻ വേറൊന്നുമല്ല പറയാത്തത്. 11 മണിക്ക് ലുലു അടയ്ക്കുമെങ്കിൽ ഈ മനുഷ്യൻ എത്തുന്നത് 10:15 ആകുമ്പോഴാണ്. എന്നിട്ട് പിന്നെ ഈ ഒരു വെപ്രാളം പിടിച്ചൊരു ഓട്ടമാണ്. ഇതാണ് ഈ പ്രശ്നമെന്ന്. ഇവർ ഈ പറഞ്ഞതുപോലെ രാത്രിയാകുമ്പം ഉണരുന്ന മനുഷ്യരാണ് ഇവരും ഇയാളുടെ മക്കളും. അല്ലാതെ എന്താ പറയുക, രാവിലെ ഒരു സ്ഥലത്ത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കുറ്റം പറയുമല്ല, കാര്യം പറഞ്ഞതാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ വെപ്രാളം പിടിച്ച് നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ അത് ചിലപ്പോൾ തെറ്റിപ്പോയി എന്ന് വരാം. അപ്പോൾ അവരും ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് മുറിച്ച് തരും, നമ്മൾ പറയേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു 3 പീസാക്കിയാൽ മതി എന്ന് പറഞ്ഞു ബ്രദറിനോട്. അപ്പം 3 പീസാക്കി തന്നു. ചെമ്മീൻ കേട്ടോ, ചെമ്മീൻ നുള്ളി എൻ്റെ കയ്യിൽ കയറിയിട്ട് എനിക്ക് വേദന എടുത്ത്. ഈ ചെമ്മീൻ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലെ ഈ അമ്മച്ചിമാർ വരുമായിരുന്നു, അമ്മാമ്മമാർ ഇങ്ങനെ തലയിൽ ഇങ്ങനെ മറ്റേ പാത്രം വെച്ചിട്ട് വലിയൊരു കൊട്ട വെച്ചിട്ട് വരും കേട്ടോ. അവരെനിക്ക് അന്ന് ചെമ്മീൻ എടുക്കുന്നതാണെന്ന് എനിക്ക് പേടിയാവും. കാരണം ഞാനിങ്ങനെ പറയും കൈ കൊണ്ടോ എന്ന് ഞാൻ ചോദിക്കും കേട്ടോ. സംഭവം എന്തൊരു രസമാണല്ലേ ആ കാഴ്ചകളൊക്കെ. ഇപ്പം എല്ലാവരും 2 വീലറിനൊക്കെ അല്ലേ ചേട്ടന്മാരൊക്കെ വരുന്ന മീൻ വിൽക്കാൻ, കൊട്ടയൊക്കെ വെച്ച് വരുന്നതൊക്കെ കാണാനേ ഇല്ല കേട്ടോ. പക്ഷെ അന്നൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അന്നൊക്കെ എന്തുമാത്രം വീഡിയോസൊക്കെ എടുത്ത് വെക്കാമായിരുന്നില്ല. ഇവിടെ അങ്ങനെ കാണാറില്ല, കൊട്ട വെച്ചിട്ട് ചേച്ചിമാരൊന്നും അങ്ങനെ വരാറില്ല. അതും ഒരു കാലമായിരുന്നു. ആ അമ്മമാർ എത്ര ഇതായിട്ടാണ് ഇങ്ങനെ ചെമ്മീനൊക്കെ എടുത്തൊക്കെ ഇടുന്നത്. അപ്പോൾ ഓരോ പാത്രത്തിൽ എടുത്തിടും. പിന്നെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ത്രാസ് അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ബൈക്കിൽ വരുന്ന ചേട്ടന്മാർക്കും ഉണ്ടാവും. പക്ഷെ തലയിൽ കൊട്ട വെച്ചിട്ട് വരുന്നത് അങ്ങനെ കാണലിപ്പോൾ കുറവാണ്. അപ്പോൾ അതെ മക്കളെ, നോൺ വെജൊക്കെ നിറഞ്ഞിട്ടോ. ചേച്ചിയുടെ ഫ്രിഡ്ജും നല്ല ശ്വാസം മുട്ടുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പം നമുക്കിത് എടുത്തിട്ട് ഓരോ ദിവസമല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് പ്ലാൻ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാമല്ലോ. കരിമീൻ ഞാൻ വറക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരും, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആസ് ദ പാർട്ട് ഓഫ് മൈ നമ്മുടെ വീഡിയോൻ്റെ പാർട്ടായിട്ട് ഞാൻ ചെയ്യണു, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വന്നിട്ട് ഇതേ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് കണ്ടപ്പോഴാണ് കൊതിയാവുന്നത്, വറുത്ത് കഴിക്കായിരുന്നു. വോയിസ് ഓവർ ചെയ്തപ്പോൾ സത്യമായിട്ടും കൊതിയാവുന്നു കേട്ടോ. എന്ത് ചെയ്യാനാ. ഈ പാത്രം കണ്ടോ, ഈ വലിയ പാത്രം കണ്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറക്കൂട്ടീനെ ഇരുത്തിയത് കൊണ്ടാവല്ലേ. ഈ പാത്രത്തിൽ വലിയ പാത്രം അല്ലേ, പക്ഷെ കാണുന്ന അത്ര വലിപ്പമുള്ളൂ, വെയിറ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടപ്പത്തൊന്നും വെക്കാൻ കൊള്ളത്തില്ല. അതിൻ്റെ താഴെ ഇത് പിടിക്കും, പുക വരും. അപ്പം നമ്മളിങ്ങനെ മീനൊക്കെ വരുമ്പോഴും കുറേ ചിക്കനൊക്കെ വരുമ്പോഴും നമ്മളിങ്ങനെ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന പാത്രമാണിത് കേട്ടോ. ഈ പാത്രങ്ങളിൽ ഞാൻ മിക്കതും വാങ്ങാറുള്ളത് സ്മാർട്ട് ബസാറിൽ നിന്നാണ്, നമ്മുടെ ബിഗ് ബസാറിൻ്റെ. ഭയങ്കര ലാഭമാണ്. ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു പാത്രം 890 ആ ഒരു റേഞ്ച് കേട്ടോ. എന്തായാലും 900 ബിലോ ആണ്. അത് ഞാൻ നമ്മുടെ ഇവിടെ കണ്ടു, ലുലുവിൽ കണ്ടു. 2000 അത്ര എന്തോ ഉണ്ട്, 2000 രൂപയ്ക്ക് അടുത്തെന്തോ ഉണ്ട് കേട്ടോ. അത് സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ എപ്പോഴും നമുക്ക് പാത്രങ്ങൾ എടുക്കുമ്പോൾ വെയിറ്റ് വേണം, വെയിറ്റ്ലെസ് ആണെങ്കിൽ കത്തിപ്പോവുമല്ലോ. അപ്പോൾ സ്മാർട്ട് ബസാറിൽ എപ്പോഴും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പാത്രമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ലുലുവിലൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചോ. എന്നിരുന്നാലും ഒരു അപ്പച്ചട്ടി ഇന്ന് ഞാൻ വാങ്ങിച്ചു, എൻ്റെ അപ്പച്ചട്ടി ചീത്തയായി. അപ്പോൾ ഉണ്ടാക്കണ്ടായോ നമുക്ക്. അപ്പോൾ അപ്പച്ചട്ടി പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു കേട്ടോ, വേറെ നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി സ്മാർട്ട് ബസാർ വരെ എനിക്ക് പോകാൻ വയ്യ. അപ്പോൾ അത് ഇവർക്ക് 2 പേർക്ക് മറ്റേത് വേണമെന്നാണ്, സ്ട്രോബെറിയുടെ പേസ്ട്രി. അപ്പം ഒരാളുടെ കയ്യിലേക്ക് 2 എണ്ണം, മറ്റേക്കടെ കയ്യിലേക്ക് 3 എണ്ണവും പോയി. അപ്പോൾ 3 എണ്ണം പോയവൾ മിണ്ടാതിരുന്നാൽ പോരെ, എനിക്ക് 3 എണ്ണം തന്നേ മമ്മി, എന്നെയാണ് മമ്മിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇതേ കുറച്ചേരം ഒരുത്തി വഴക്കിട്ടിരുന്നു. അങ്ങനെ കുറേ സീനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഇപ്പം എന്തോ പറയാനാണല്ലേ. അങ്ങനെ അതേ നമ്മളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ തുടച്ചു, അടിച്ചു, വൃത്തിയാക്കി. കാരണം നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്തതും എല്ലാം നോൺ വെജൊക്കെ ഇട്ട് അങ്ങോട്ട് അലമ്പിയതല്ലേ. മാത്രമല്ല രാവിലെ നമ്മളൊന്നും ചെയ്തിട്ട് വേണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വൃത്തിയാവാനൊക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലെ സാമ്പ്രാണി സംഭവം ഇത്ര കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സാമ്പ്രാണി വാങ്ങണം. നമ്മുടെ മറ്റേ ഹിറ്റ്ലർ സിനിമയിൽ അമ്മാമ്മ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ പോലെ സാമ്പ്രാണി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലുലുവിൻ്റെ അകത്ത് വരെ കയറിയത്. പക്ഷേ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഷോ ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാമ്പ്രാണി എന്ന് മറന്നുപോയി, മനസ്സിലായില്ലേ. അപ്പോൾ സാമ്പ്രാണി വാങ്ങിച്ചില്ല, അതിന് പകരം എന്തോ വാങ്ങിച്ചു, ചന്ദനത്തിരി വാങ്ങിച്ചില്ല. ഓൾറെഡി ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതാണ് ഈ സ്ത്രീകളുടെ പ്രശ്നം അല്ലേ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. പക്ഷേ വാങ്ങിച്ചു വരുമ്പം നമ്മൾ എന്താ പറയണത്, മെയിൻ കാര്യങ്ങൾ മറന്നു പോകും. സാമ്പ്രാണി എനിക്ക് ഭയങ്കര ചിലവുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെയും ഉച്ചയ്ക്കും പറ്റുമെങ്കിൽ ഞാൻ രാത്രി കിടക്കും മുന്നും കത്തിച്ച് വെക്കാറുണ്ട്. എന്തോ ഒരു നല്ലൊരു പോസിറ്റീവ് ഫീലാണ്, അത്രേ ഉള്ളൂ. അതിൻ്റെ ഗുണം ദോഷങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. എനിക്ക് സാമ്പ്രാണിയാണെങ്കിൽ ഞാൻ നമ്മളിപ്പോൾ ചെല്ലുന്ന സമയത്ത് പല ടൈപ്പ് കണ്ടാലൊക്കെ ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ. കടകളിലാണെങ്കിൽ ഞാൻ പരീക്ഷിച്ച് നോക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവം ആയതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം വിശേഷങ്ങൾ അത്ര ഉള്ളൂ. അയ്യോ ബാക്കി വീഡിയോ എവിടെ പോയാവോ. എന്താണെങ്കിലും ബൈ, സി യു, ലവ് യു, ടേക്ക് കെയർ, ബൈ.